പശ്ചിമേഷ്യയെ പിടിച്ചുകുലുക്കിയ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇപ്പോൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ പോലും നിർണായക ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ഭാരതം. സൈനിക ഏറ്റുമുട്ടൽ കൊണ്ടിപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല എന്നും നയതന്ത്രത്തിലൂടെ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. സൈനിക നടപടി കൊണ്ട് ഒരിക്കലും രാജ്യത്ത് സമാധാനം പകരാൻ സാധിക്കില്ല എന്നതാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷവും യുക്രൈൻ യുദ്ധവും എത്രയും വേഗം തന്നെ അവസാനിപ്പിക്കണമെന്ന് എടുത്ത് ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സൈനിക നടപടികൾ ഒരിക്കലും ശാശ്വതമായ പരിഹാരമല്ല എന്നും ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ സമാധാനം കൊണ്ടുവരാനാകൂ എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ ഫിൻലാൻഡ് പ്രസിഡന്റായ അലക്സാണ്ടർ സബുമായി തന്നെ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിനിടയിലാണ് ലോകം ഉറ്റുനോക്കുന്ന ഭാരതത്തിന്റെ ഈ സമാധാന സന്ദേശം അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ഫിൻലാൻഡ് പ്രധാനമന്ത്രിയാകട്ടെ ഹൈദരാബാദ് ഹൗസിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ എടുത്തു പറയുകയും ചെയ്തു. US, ഇസ്രായേൽ, ഇറാൻ സംഘർഷമാകട്ടെ കൊടുമ്പിരി കൊള്ളുന്ന ഈ ഒരു വേളയിൽ തന്നെയാണ് ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. നിയമവാഴ്ചയിലും ചർച്ചകളിലും നയതന്ത്രത്തിലുമാണ് ഇന്ത്യയും ഫിൻലാൻഡും വിശ്വസിക്കുന്നത്. ഒരു പ്രശ്നവും സൈനിക സംഘർഷത്തിലൂടെ മാത്രം പരിഹരിക്കാനാകില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഏകമായ തന്നെ അഭിപ്രായമാണ്. യുക്രൈൻ ആയാലും പശ്ചിമേഷ്യ ആയാലും സംഘർഷം അതിവേഗം അവസാനിപ്പിക്കാനും സമാധാനം കൊണ്ടുവരാനുമുള്ള എല്ലാ ശ്രമങ്ങളും തങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഫെബ്രുവരി 28-ന് ഇറാന് നേരെ ഉണ്ടായ അമേരിക്കൻ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് പിന്നാലെ തന്നെ പശ്ചിമേഷ്യ ആകെ യുദ്ധക്കളമായി തന്നെ മാറ്റിയിരിക്കുകയാണ്. ഇതിന് മറുപടിയായി തന്നെ ഇറാൻ നടക്കുന്ന പ്രത്യാഘാതങ്ങൾ ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്നതാണ് മോദിയുടെ ഇടപെടലോട് വ്യക്തമാക്കുന്നത്. ഭാരതവും ഫിൻലാൻഡും നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന രാജ്യങ്ങളാണ് എന്നും എത്രയും വേഗം തന്നെ ഈ ഒരു രീതിയിൽ ഈ അശാന്തിയെ കെടുത്തിക്കൊണ്ട് തന്നെ ഇത് നയതന്ത്രത്തിലൂടെയും ചർച്ചകളിലൂടെയും പരിഹരിക്കണമെന്നതാണ് വ്യക്തമാക്കുന്നത്. ലോകഗുരു എന്ന നിലയിൽ ഭാരതം ഉയർത്തിപ്പിടിക്കുന്ന ആ വസുദേവ കുടുംബകം എന്ന ആപ്തവാക്യത്തിൽ അടിവരയിടുന്നതായിരിക്കണം എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ. ഭാരതീയ ദേശീയതയുടെയും കരുത്തും ആഗോളതലത്തിലുള്ള സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് തന്നെ സംഘർഷം ലഘൂകരിക്കാനാണ് മോദി സർക്കാർ ഇവിടെ ശ്രമം നടത്തുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഭാരതം സ്വീകരിച്ച ആ നിഷ്പക്ഷവും സമാധാനപരവുമായ നിലപാട് ആഗോളതലത്തിൽ വലിയ പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും നേർക്കുനേർ നിൽക്കുമ്പോൾ ഇരുപക്ഷത്തോടും അവിടെ സംയമനം പാലിക്കാൻ ആവശ്യപ്പെടാൻ ശേഷിയുള്ള ഏക നേതാവായി തന്നെ നരേന്ദ്രമോദി മാറിയിരിക്കുകയാണ്. യുദ്ധം കാരണം തകരുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഊർജ്ജ പ്രതിസന്ധിയെയും കുറിച്ച് മോദി ആശങ്ക പ്രകടിപ്പിച്ചു. സമാധാനത്തിന്റെ പാതയിലേക്ക് ലോകരാജ്യങ്ങൾ മടങ്ങി വരണമെന്നും അതിനായി തന്നെ ഭാരതം ഏതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്നതാണ് അദ്ദേഹം ഇവിടെ എടുത്ത് സൂചിപ്പിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.